സർ, ഞാനിങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞു തുടങ്ങി. പക്ഷെ പെട്ടെന്ന് തന്നെ ഉയർന്നു വന്ന തന്റെ കോപത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ വീണ്ടും ഇരുന്നു. കുറച്ചു സമയം എല്ലാവരും നിശബ്ദരായി. ഒടുവിൽ ആ രാഷ്ട്രതന്ത്രജ്ഞൻ സംസാരിച്ചു തുടങ്ങി. ഞങ്ങൾ താങ്കളുടെ നിബന്ധനകൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു മിസ്റ്റർ ഹോംസ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. താങ്കളിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാതിരുന്ന ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഞാൻ അങ്ങയോട് യോജിക്കുന്നു സാർ, സെക്രട്ടറി പറഞ്ഞു. താങ്കളെയും ഡോക്ടർ വാട്സണെയും പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയാം, ഈ വിവരങ്ങൾ പുറത്തുവരുന്നതിലും കൂടുതൽ നിർഭാഗ്യം രാജ്യത്തിന് മറ്റൊന്നുമില്ല. താങ്കൾക്ക് ഞങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാം. നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളിൽ അസ്വസ്ഥനായ ഒരു രാജ്യത്തലവനാണ് ആ കത്തെഴുതിയത്. വളരെ തിടുക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ എഴുതിയതാണ്. മന്ത്രിമാർക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതേസമയം വളരെ പ്രകോപനപരമായും നിർഭാഗ്യകരവുമായ രീതിയിലുമാണ്. അതിനാൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഈ കത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ രാജ്യം വലിയ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുമെന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഹോംസ് ഒരു തുണ്ട് പേപ്പറിൽ ഒരു പേരെഴുതി പ്രധാനമന്ത്രിക്ക് കൈമാറി. അതെ, അദ്ദേഹമാണോ? ആ കത്ത് കോടിക്കണക്കിന് രൂപ ചെലവും ആയിരക്കണക്കിന് ആളുകളുടെ ജീവനും ആ കത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. താങ്കൾ ഇത് അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായോ? ഉവ്വ് സാർ, ടെലിഗ്രാം അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ കത്ത് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകുമോ? ഇല്ല സാർ, അദ്ദേഹം വളരെ അശ്രദ്ധയോടെയും തിടുക്കപ്പെട്ടുമാണ് അതെഴുതിയത് എന്നത് അദ്ദേഹത്തിനും ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്. ആ കത്ത് പുറത്തു വന്നാൽ അദ്ദേഹത്തിനും ആ രാജ്യത്തിനും വളരെ വലിയ തിരിച്ചടിയായിരിക്കും. അങ്ങനെയെങ്കിൽ ആ കത്ത് പുറത്തു വരണമെന്നത് ആരുടെ താൽപ്പര്യമായിരിക്കും? അത് മോഷ്ടിക്കാനും പ്രസിദ്ധീകരിക്കാനും ആരായിരിക്കും ആഗ്രഹിക്കുന്നത്? മിസ്റ്റർ ഹോംസ്, അതിനായി അന്താരാഷ്ട്ര സ്ഥിതിഗതികൾ പരിഗണിക്കണം. പക്ഷേ താങ്കൾ യൂറോപ്പിലെ സ്ഥിതി കണക്കിലെടുത്താൽ ഉദ്ദേശ്യം എന്താണെന്ന് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. യൂറോപ്പ് മുഴുവൻ ഒരു പട്ടാള ക്യാമ്പാണ്. ഗ്രേറ്റ് ബ്രിട്ടനാണ് ഒരു തരത്തിൽ ഇവയെല്ലാം നിയന്ത്രിച്ച് നയിച്ചുകൊണ്ടു പോകുന്നതെന്ന് പറയാം. ബ്രിട്ടൻ ഏതെങ്കിലും ഒരു രാഷ്ട്രസഖ്യവുമായി യുദ്ധത്തിലേർപ്പെട്ടാൽ മറ്റുള്ളവർ നമുക്കുമേൽ ആധിപത്യം ഉറപ്പിച്ചേക്കാം. താങ്കൾക്ക് മനസ്സിലാകുന്നില്ലേ? വളരെ വ്യക്തമായി. അപ്പോൾ മുഖ്യമായും കത്തയച്ച ആ രാജ്യത്തിന്റെ ശത്രുക്കൾക്കാണ് കത്ത് പ്രസിദ്ധീകരിക്കാൻ താൽപ്പര്യം. നമ്മുടെ രാജ്യവും ആ രാജ്യവുമായി ഒരു സമാധാന ലംഘനം ഉണ്ടാക്കണമെന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതെ സാർ. ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടാൽ ആർക്കായിരിക്കും അവർ ഈ കത്ത് നൽകാൻ സാധ്യത? യൂറോപ്പിലെ ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രത്തലവന്മാർക്ക്. ഒരുപക്ഷെ ആ കത്തിപ്പോൾ കാറ്റിനേക്കാൾ വേഗത്തിൽ അങ്ങോട്ടേക്ക് സഞ്ചരിക്കുകയായിരിക്കും. മിസ്റ്റർ ട്രെലാവനി ഹോപ്പ് തലകുനിച്ചു. ഉച്ചത്തിൽ ദയനീയമായി ഞരങ്ങാൻ തുടങ്ങി. പ്രധാനമന്ത്രി കനിവോടെ അദ്ദേഹത്തിന്റെ തോളിൽ കൈത്തലം അമർത്തി. അത് താങ്കളുടെ നിർഭാഗ്യമാണ്. താങ്കളെ ആരും പഴിചാരുകയില്ല. താങ്കളുടെ ശ്രദ്ധക്കുറവാണെന്ന് ആരും പറയുകയില്ല. മിസ്റ്റർ ഹോംസ്, ഇപ്പോൾ കാര്യങ്ങളുടെ പൂർണ്ണരൂപം താങ്കൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഹോംസ് വിഷമത്തോടെ തലയാട്ടി. സർ, ഈ കത്ത് തിരികെ ലഭിച്ചില്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? വളരെ സാധ്യതയുണ്ട്. സർ, അങ്ങനെയെങ്കിൽ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ. അങ്ങ് എന്താണീ പറയുന്നത് മിസ്റ്റർ ഹോംസ്? വസ്തുതകൾ കണക്കിലെടുത്താൽ അങ്ങനെയാണ് സർ. രാത്രി 11:30 ശേഷം കത്ത് നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നില്ല. 11:30 മുതൽ നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുന്നതുവരെയും മിസ്റ്റർ ഹോപ്പും അദ്ദേഹത്തിന്റെ പത്നിയും കിടപ്പുമുറിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് നഷ്ടമായത് തലേന്ന് വൈകുന്നേരം 7:30-ക്കും 11:30-ക്കും ഇടയിലായിരിക്കണം. ഒരുപക്ഷെ അതിനു മുൻപ്. എന്തെന്നാൽ അതെടുത്തവർ എത്രയും നേരത്തെ അത് കൈവശപ്പെടുത്താൻ ശ്രമിച്ചിരിക്കും. സർ, ഇത്രയും പ്രാധാന്യമുള്ള ഒരു കത്ത് ആ സമയത്ത് നഷ്ടമായെങ്കിൽ അതിപ്പോൾ എവിടെയായിരിക്കാം? ആരും അത് കൈവശം വയ്ക്കാൻ സാധ്യതയില്ല. ആവശ്യമുള്ളവരുടെ കൈകളിലേക്ക് അതിവേഗം സഞ്ചരിക്കുകയായിരിക്കും. നമ്മളത് കൈവശപ്പെടുത്താനും എന്തിന് കണ്ടെത്താൻ പോലും എന്ത് സാധ്യതയാണുള്ളത്? അതിപ്പോൾ നമുക്ക് അപ്രാപ്യമായിരിക്കുന്നു.
പ്രധാനമന്ത്രി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് മിസ്റ്റർ ഹോംസ്. കാര്യങ്ങൾ നമുക്ക് കൈമോശം വന്നതായി എനിക്കും തോന്നുന്നു. ഒരു വാദത്തിനായി ചോദിക്കുകയാണ്. താങ്കളുടെ പരിചാരികയോ ഭൃത്യനോ ആണോ കത്തെടുത്തതെങ്കിൽ? അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വളരെ കാലമായുള്ളവരാണ്. അങ്ങ് പറഞ്ഞതിൽ നിന്ന് താങ്കളുടെ മുറി 2ാം നിലയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ആ മുറിയിലേക്ക് പുറത്തുനിന്ന് കടന്നുവരാൻ മാർഗമില്ല. തന്നെയുമല്ല, മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആർക്കും ഉള്ളിൽ നിന്നും പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കണം കത്തെടുത്തത്. എടുത്തയാൾ ആർക്കായിരിക്കും അത് നൽകിയത്? അന്താരാഷ്ട്ര ചാരന്മാർക്കോ രഹസ്യ ഏജന്റുമാർക്കോ ആയിരിക്കണം. അവരിൽ ചിലരുടെ പേരുകൾ എനിക്ക് പരിചിതമാണ്. അതിൽ പ്രമുഖരായവർ 3 പേരാണ്. ഞാൻ എന്റെ അന്വേഷണം അവരിൽ നിന്ന് തുടങ്ങട്ടെ. അവരിൽ ആരെങ്കിലും അപ്രത്യക്ഷമായെങ്കിൽ, പ്രത്യേകിച്ചും ഇന്നലെ രാത്രി മുതൽ, നമ്മുടെ കത്ത് എങ്ങോട്ടാണ് പോയതെന്നോ നമുക്ക് ചില സൂചനകൾ ലഭിച്ചേക്കാം. അയാൾ അപ്രത്യക്ഷനാകേണ്ടതുണ്ടോ? യൂറോപ്യൻ സെക്രട്ടറി ചോദിച്ചു. അയാൾ ആ കത്ത് ലണ്ടനിലെ ഏതെങ്കിലും എംബസിയിൽ നൽകാമല്ലോ. എനിക്ക് തോന്നുന്നില്ല. ഈ ഏജന്റുകൾ സ്വതന്ത്രരായി പ്രവർത്തിക്കുന്നവരാണ്. എംബസികളുമായുള്ള അവരുടെ ബന്ധം സാധാരണ അത്ര നന്നല്ല. പ്രധാനമന്ത്രി അത് സമ്മതിക്കും പോലെ തലയാട്ടി. താങ്കൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു മിസ്റ്റർ ഹോംസ്. ഇത്രയും വിലപിടിച്ച വസ്തു അയാൾ സ്വയം കൈകാര്യം ചെയ്യും. താങ്കളുടെ ചിന്ത ശരിയായ ദിശയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഹോപ്പ്, ഈ ഒരു ദൗർഭാഗ്യം മൂലം നമ്മുടെ മറ്റു കടമകൾ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. മിസ്റ്റർ ഹോംസ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇന്നുണ്ടായാൽ ഞങ്ങൾ താങ്കളെ അറിയിക്കാം. താങ്കളുടെ അന്വേഷണ പുരോഗതി ഞങ്ങളെയും അറിയിക്കുക. ആ 2 രാഷ്ട്രതന്ത്രജ്ഞരും ഞങ്ങളെ വന്ദിച്ച് യാത്ര പറഞ്ഞോ ഗൗരവത്തോടെ മുറിയിൽ നിന്നോ നടന്നു നീങ്ങി. ഞങ്ങളുടെ സന്ദർശകർ മടങ്ങിപ്പോയതിനു ശേഷം ഹോംസ് തന്റെ പൈപ്പ് വലിച്ചുകൊണ്ട് അഗാധമായ ചിന്തകളിൽ മുഴുകിയിരുന്നു. ഞാൻ പ്രഭാതപത്രം തുറന്ന് കഴിഞ്ഞ രാത്രി ലണ്ടനിൽ നടന്ന ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വാർത്തയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് എന്റെ കൂട്ടുകാരൻ അത്ഭുതഭാവത്തോടെ എഴുന്നേറ്റ് പൈപ്പ് താഴെ വെച്ചത്. അതെ, അദ്ദേഹം പറഞ്ഞു, ഇതിനെ സമീപിക്കാൻ ഇതിലും നല്ല മാർഗമില്ല. സാഹചര്യം മോശമാണ്, പക്ഷേ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും. ആരാണ് അതെടുത്തതെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ ഇതുവരെയും മറ്റു കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്നെങ്കിലും ഉറപ്പിക്കാമായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾക്ക് പണമാണ് പ്രധാനം. എന്റെ കൂടെയാണെങ്കിൽ ബ്രിട്ടീഷ് ഖജനാവുണ്ട് താനും. ആ കത്ത് മാർക്കറ്റിലുണ്ടെങ്കിൽ ഞാൻ വാങ്ങും. അത് കയ്യിലുള്ളയാൾ മറ്റൊരാൾക്ക് കൈമാറുന്നതിന് മുൻപായി കൂടുതൽ പണം ലഭിക്കാനുള്ള വഴികൾ നോക്കും. ഇങ്ങനെ ഒരു കളിക്ക് ധൈര്യമുള്ളവർ 3 പേർ മാത്രമേ ഉള്ളൂ: ഓബർസ്റ്റൺ, ല റോധിയർ, എഡ്വേർഡോ ലൂക്കാസ്. ഞാൻ അവരെ ഓരോരുത്തരെയും കാണും. ഞാൻ പ്രഭാതപത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കി. ഗോഡോൾഫിൻ സ്ട്രീറ്റിൽ താമസിക്കുന്ന എഡ്വേർഡോ ലൂക്കാസ് ആണോ? അതെ. അയാളെ താങ്കൾ കാണില്ല. എന്തുകൊണ്ടില്ല? അയാൾ കഴിഞ്ഞ രാത്രി അയാളുടെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഞങ്ങളുടെ അന്വേഷണങ്ങളിൽ സാധാരണ എന്റെ സുഹൃത്ത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം അമ്പരപ്പോടെ തുറിച്ചു നോക്കുകയും എന്റെ കയ്യിൽ നിന്ന് പത്രം തട്ടിപ്പറിക്കുകയും ചെയ്തു. അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന വാർത്ത ഇതായിരുന്നു: വെസ്റ്റ്മിൻസ്റ്റർ കൊലപാതകം. പാർലമെന്റ് മന്ദിരത്തിന്റെ ഗോപുരത്തിന് സമീപം ഗോഡോൾഫിൻ സ്ട്രീറ്റിലെ 16-ാം നമ്പർ വീട്ടിൽ ഇന്നലെ രാത്രി ദുരൂഹമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കന്യാസ്ത്രീ മഠത്തിനും നദിക്കുമിടയിലുള്ള പഴയ രീതിയിലുള്ള ഒരു വീടാണിത്. ഉന്നതവൃത്തങ്ങളിൽ അറിയപ്പെടുന്ന വളർന്നുവരുന്ന ഗായകനായ മിസ്റ്റർ എഡ്വേർഡോ ലൂക്കാസ് എന്നയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 34 വയസ്സുള്ള അദ്ദേഹം അവിവാഹിതനായിരുന്നു. മിസ്സസ് സ്പ്രിംഗിൾ എന്ന വൃദ്ധയായ പരിചാരികയോടും മിറ്റൻ എന്ന ഭൃത്യനോടും ഒപ്പമാണോ അദ്ദേഹം കഴിഞ്ഞിരുന്നത്. പരിചാരിക നേരത്തെ തന്നെ ജോലികൾ തീർത്ത് മുകൾ നിലയിലെ മുറിയിലാണ് ഉറങ്ങാറുള്ളത്. ഭൃത്യൻ ഹാമർ സ്മിത്തിലുള്ള തന്റെ സ്നേഹിതനെ സന്ദർശിക്കുവാനായി വൈകുന്നേരം പുറത്തുപോയിരുന്നു. 10 മണി മുതൽ ലൂക്കാസ് തന്റെ വീട്ടിൽ ഏകനായിരുന്നു. ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ 11:45 അതുവഴി പോയ പോലീസ് കോൺസ്റ്റബിൾ 16-ാം നമ്പർ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നതായി കാണുകയുണ്ടായി. അദ്ദേഹം മുട്ടിവിളിച്ചിട്ടും മറുപടി ഉണ്ടായില്ല. മുൻവശത്തെ മുറിയിൽ വെളിച്ചം കണ്ടതിനെ തുടർന്ന്
അദ്ദേഹം ഇടനാഴിയിൽ കടന്ന് വീണ്ടും മുട്ടിവിളിച്ചിട്ടും മറുപടി ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം വാതിൽ തള്ളിത്തുറന്ന് അകത്തു കയറി. മുറി മുഴുവൻ കുഴഞ്ഞുമറിഞ്ഞ നിലയിലും വീട്ടുസാധനങ്ങൾ ക്രമം തെറ്റിയ മട്ടിലുമായിരുന്നു. നടുവിലായി ഒരു കസേര മറിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. അതിനു സമീപത്തായി കസേരയുടെ ഒരു കാലിൽ പിടിച്ച നിലയിൽ മിസ്റ്റർ ലൂക്കാസ് കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് കുത്തേറ്റിരുന്നത്. അതിനാൽ തന്നെ തൽക്ഷണം മരിച്ചിരിക്കാം. ചുമരിൽ അലങ്കാരത്തിനായി വെച്ചിരുന്ന പൗരസ്ത്യ ആയുധങ്ങളിൽ ഒന്നായ ഇന്ത്യൻ കഠാരിയാണ് കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മുറിയിലെ വിലപ്പെട്ട വസ്തുക്കൾ ഒന്നും തന്നെ നഷ്ടപ്പെടാത്തതിനാൽ മോഷണമല്ല കൊലപാതകത്തിന് പിന്നിലെ പ്രേരണ എന്നാണ് കരുതേണ്ടത്. മിസ്റ്റർ എഡ്വേർഡോ ലൂക്കാസ് വളരെ പൊതുജനസമ്മതൻ ആയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ദുരൂഹമായ മരണം അദ്ദേഹത്തിന്റെ സ്നേഹിതർക്ക് വളരെ ദുഃഖകരമാണ്. വാട്സൺ, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തു തോന്നുന്നു? കുറെ സമയം നിശബ്ദനായതിനു ശേഷം ഹോംസ് ചോദിച്ചു. വെറും യാദൃച്ഛികം. യാദൃച്ഛികം? ഈ നാടകത്തിൽ അഭിനയിക്കാൻ സാധ്യതയുള്ള 3 നടന്മാരെക്കുറിച്ച് ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അയാൾ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതും നാടകം നടന്നുവെന്ന് നമ്മൾ കരുതുന്ന സമയത്തു തന്നെ.